മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശംസ അർപ്പിച്ചുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വാർഡ് കൌൺസിലർ CN CDS സാഹിബിനെ ക്ഷണിക്കുന്നു. എന്റെ പ്രിയമുള്ള വാർഡ് നിവാസികളെ, നമ്മുടെ മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രവർത്തകരെ, നമ്മുടെ ഈ നാട്ടിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് ഏകാലവും എന്നും ഊന്നൽ നൽകിയിട്ടുള്ള മേഖലയാണ് കിഴക്കേക്കര. ഈ കിഴക്കേക്കര മണ്ണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾക്കുടെ ഐക്യം ബലപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന, എല്ലാവിധ ഒരുമിച്ച് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പരമേശ്വര തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാന്യരെ, മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ നവദിന ഘോഷയാത്രയ്ക്ക് ഇവിടെ ഈ എളിയ സ്വീകരണം നൽകുന്നത്. ആദ്യമേ തന്നെ ബഹുമാന്യനായ, അല്ലെങ്കിൽ ഏറ്റവും ആദരണീയരായി ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ സങ്കല്പിക്കുന്ന, ആരാധിക്കുന്ന മുഹമ്മദ് നബിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പേരിലും അതിന്റെ സേവാ സമിതിയുടെ പേരിലും ഈ ഭക്തജനങ്ങളുടെ പേരിലുമെല്ലാം സ്നേഹോഷ്മളമായ സ്വാഗതം ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുകയാണ്. ഇത് സംഘടിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമെല്ലാം ഒരേ മനസ്സോടെ പരസ്പര സൗഹാർദ്ദത്തോടെ തന്നെ കഴിഞ്ഞു വരുന്നവരാണ്. ഇവിടെ ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഇങ്ങനെ ഒരു പായസം എന്ന പ്രതീകം വിതരണം ചെയ്യേണ്ട ആവശ്യം ഇല്ലാതിരിക്കും. പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം അത് പുറത്തേക്ക് വിടുക, പുറത്തേക്ക് ബഹിർഗമിക്കുന്നതിന് വേണ്ടിയിട്ട്, പുറത്തേക്ക് പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ചടങ്ങാണിത്. ഇവിടെ ഞങ്ങൾ പായസം കൊടുത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹോദരനും ഞങ്ങളോട് കുറവുണ്ടാവില്ല, ഞങ്ങൾക്ക് അവരോടുണ്ടാകില്ല. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്. മതേതരത്വത്തിന്റെയല്ല, മതേതരത്വം എന്നൊരു മിഥ്യാസങ്കല്പമാണിപ്പോ. കാരണം എല്ലാവർക്കും അവരുടേതായ മതമുണ്ട്, ആ മതവിശ്വാസമുണ്ട്, അതുണ്ടാവണം, അതിനൊരു ബഹുമാനമുണ്ടാവണം, അതിന്റെ ആചാരങ്ങളെ അനുഷ്ഠിക്കണം, ആ മതം പറയുന്നത് എന്താണോ അതനുസരിച്ച് ജീവിക്കണം. അതെല്ലാം ചെയ്യുമ്പോഴും അന്യമതത്തെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ അനുഷ്ഠാനങ്ങളെ, അവരുടെ ആഘോഷങ്ങളെയെല്ലാം സ്നേഹപൂർവ്വം, സൗഹാർദ്ദപൂർവ്വം, പരസ്പര വിശ്വാസപൂർവ്വം ആശ്ലേഷിക്കുവാനും അനുമോദിക്കുവാനും ആദരിക്കുവാനും ഉണ്ടാകുന്ന ഒരു മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒന്നിനെ മോശമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒന്നിനെ തിരസ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തന്റെ മതത്തെ തിരസ്കരിച്ചുകൊണ്ടോ അല്ല മതേതര ആ ഒരു ചിന്ത നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറയുന്നത്, മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്, പരസ്പര വിശ്വാസത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എളിയ ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതിനോട് സ്നേഹപൂർവ്വമായി, വളരെയേറെ ആത്മാർത്ഥമായി, പ്രോത്സാഹനജനകമായ രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച ഈ പ്രദേശത്തെ എല്ലാ സഹോദരന്മാർക്കും, ഈ നവീനാഘോഷ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികളുൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കുമെല്ലാം ഒരിക്കൽ കൂടി മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പേരില് വളരെ സ്നേഹപൂർവമായ, ബഹുമാനപൂർവമായ, ആദരപൂർവമായ സ്വാഗതവും സ്വീകരണവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പല ജാതികളും വർഗക്കാരും മതക്കാരും ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് ഇന്ത്യയിലെ സർവ്വജനങ്ങളും. വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നുവന്ന മാലിക് ദീനാറിനും കൂട്ടർക്കും യാതൊരുവിധ സാമ്പത്തിക ശേഷിയോ കുടുംബമോ ഭാഷ പോലും അറിയാതിരുന്ന സമൂഹത്തെ ഇവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ തന്നെ ഇന്നും ഈ കേരള സംസ്ഥാനത്തിന്റെ തെക്കൻ കേരളത്തിലേക്ക് ചെന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട പാളയം ജുമാ മസ്ജിദും അതിനോട് തൊട്ടുരുമി നിൽക്കുന്ന ക്ഷേത്രവും അതിന്റെ മറുഭാഗത്തായി നിൽക്കുന്ന ചർച്ചും ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നമുക്ക് കാണാൻ കഴിയുന്ന സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം നമുക്ക് ശ്രവിക്കാൻ കഴിയും.
ശ്രീ വാൽമീകി മഹർഷി പാടിയതുപോലെ മാനിഷാദ പ്രതിഷ്ഠാന്തമഗമ